ചേട്ടാ, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മേയർ ഊട്ടി ഇത് കൽപ്പിച്ചു കൊടുത്തത് നമ്മളാരുമല്ല, ഇടത് സൈബറിടങ്ങൾ ആര്യ രാജേന്ദ്രൻ, മുൻ മേയറായിരുന്ന തിരുവനന്തപുരത്തിൻ്റെ ആര്യ രാജേന്ദ്രന് കൊടുത്ത ഒരു പേരായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് നിയമം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയുണ്ടായി. അപ്പോൾ വെറും ഒരു കാഴ്ചക്കാരിയായി മാത്രം നിൽക്കുന്ന ആര്യ രാജേന്ദ്രൻ, റോളില്ല. കാരണം 1.5 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിലാണ് ആര്യ ഒരു കാഴ്ചക്കാരിയെ പോലെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു രീതി? കാരണം സൈബർ ഇടങ്ങളിലൊക്കെ അതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. വല്ല പ്രതിഷേധാർഹമായിട്ടെങ്ങാനും നിന്നതാണോ? അങ്ങനെ അത് പ്രതിഷേധാർഹമായിട്ട് നിന്നതാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആകാം. കാരണം എം വി ഗോവിന്ദൻ്റെ ഒരു വാക്ക് ഉണ്ടായിരുന്നു. അതായത് പിന്നെ ആര്യ രാജേന്ദ്രന് ഒരിക്കൽ കൂടെ കൗൺസിൽ ഇലക്ഷന് സീറ്റ് കൊടുത്തില്ല. ആര്യ രാജേന്ദ്രൻ മേയർ ആയിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ മേയറായിട്ട് ആര്യ ഇരുന്നിട്ട് ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ എന്തുകൊണ്ട് ആര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നില്ലേ, സീറ്റ് പ്രഖ്യാപനം വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികളുടെ പേര് പറയുമ്പോൾ എന്തുകൊണ്ട് ആര്യയ്ക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര്യയ്ക്ക് സീറ്റ് ഉണ്ടാകും, ആര്യയെ നിർത്തും എന്നൊരു മേനി പറച്ചിൽ ഗോവിന്ദൻ പറഞ്ഞായിരുന്നു. അവരുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ നടന്നില്ല. സംഘടനയിൽ മറ്റെല്ലാ തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയിൽ വരെ സംഘടനയിൽ അവർ എത്തിയിട്ടുണ്ട്, ആര്യ എത്തിയിട്ടുണ്ട്. ആര്യയ്ക്ക് പാർട്ടിക്കകത്തൊരു ഹൈപ്പ് ഉണ്ടാകുന്നത് ആര്യയുടെ ഭർത്താവ് സച്ചിൻ MLA ആണല്ലോ. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം മത്സരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് പരിഗണിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഷേധമാണോ എന്ന് ചോദിച്ചാൽ പരിഗണിച്ചില്ല എന്നുള്ളത് സത്യമാണ്. അതിനുള്ള യോഗ്യത ആര്യയ്ക്ക് ഇല്ല. തിരുവനന്തപുരം നിർത്തുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ നിർത്തണം. എവിടെ നിർത്തിയാലും നാണക്കേടാവും. കാര്യം ജനത്തിന് തേച്ചാലും മാച്ചാലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര കണ്ട് നല്ലൊരു പേരാണ് ആര്യ ഉണ്ടാക്കി കൊടുത്തത്. ആര്യ ഇറങ്ങിയതിന് ശേഷമാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ കാരണം ഈ ആര്യ രാജേന്ദ്രനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല, അങ്ങനെ അങ്ങ് ആര്യ രാജേന്ദ്രൻ്റെ മാത്രം പിഴവായി നമുക്ക് ആ ഒരു തദ്ദേശത്തെ കാണാൻ പറ്റില്ല. പൊതുവെ തദ്ദേശ സമയത്ത് മിക്കയിടങ്ങളിലും BJPയുടെ ഒരു കടന്നുവരവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തലസ്ഥാനത്താണെങ്കിൽ ആദ്യം മുതൽ തന്നെ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ BJP ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രനെ മാത്രം നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ മേയർ പദവിയിലേക്ക് എത്തിയ ഒരു പെൺകുട്ടിയായിരുന്നു ആര്യ. ആ ഒരു സമയത്ത് തന്നെ ഇത്തരം ഒരു തീരുമാനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആര്യ ഒരു ധൈര്യമുള്ളൊരു സ്ത്രീ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഏജിൽ ഇത്ര കാലമായിട്ട് ആ ഒരു മേയർ പദവി, കാരണം ഈ ഇലക്ഷന് ശേഷമല്ലേ അവർ ആ പദവി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുവരെ ആ സ്ഥാനത്തിരിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നു, അവരിലേക്ക് എത്തിയിട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു സമയത്തല്ലേ യദുവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ആര്യ രാജേന്ദ്രന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഫേസ് നഷ്ടപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ആര്യ രാജേന്ദ്രൻ. അപ്പോൾ പാർട്ടിക്ക് അങ്ങനെ പുറമെ പെട്ടെന്നെടുത്തങ്ങ് ചവിട്ടുകുട്ടയിൽ എറിയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആദ്യ സമയത്ത് സീറ്റ് കൊടുക്കാമെന്നൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിജയമാണല്ലോ പ്രധാനം. അപ്പം വിജയിക്കാൻ തലസ്ഥാനത്തിൽ ആര്യെ നിർത്തിയിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടാവില്ലേ ഇപ്പോൾ ആ സീറ്റ് കൊടുക്കാതിരുന്നത്? അല്ല, അത് തന്നെയാണ് നമ്മൾ ആദ്യം സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് കാര്യം. എവിടെ നിർത്തിയിരുന്നാലും അവർ നിൽക്കുകയാണെങ്കിൽ ആ മണ്ഡലം തോക്കും. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ആതിര പറഞ്ഞതുപോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ CPM എടുത്തൊരു തീരുമാനമായിരിക്കാം. കാരണം ഇവർക്കൊരു വിഷയം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോൾ ജില്ലയിലെ ചില മുതിർന്ന നേതാക്കളെ മേയർ ആക്കണമെന്ന് കരുതിക്കൊണ്ട് മത്സരിപ്പിക്കും. അവിടെ നല്ല A ക്ലാസ് വിഭാഗീയത നടക്കും, പാലം വലി ഉറപ്പായിട്ട് നടക്കും. കാര്യം പാർട്ടി തന്നെ തിരിഞ്ഞു കുത്തും. കാര്യം ഒരു കൗൺസിൽ എന്ന് പറയുമ്പോൾ ഒരു 10,000 വോട്ട് അല്ലെങ്കിൽ ഒരു 15,000 വോട്ട് അത്രയ്ക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ CPM-നകത്ത് വിഭാഗീയതയുണ്ട്. അത് ഈ പക്ഷങ്ങളുണ്ട്, ഓരോ പക്ഷങ്ങൾ. ഇപ്പോൾ VS പക്ഷം, പിണറായി പക്ഷം, ഔദ്യോഗിക പക്ഷം, അങ്ങനെ പക്ഷങ്ങളുണ്ട്. ഈ പക്ഷങ്ങൾ തമ്മിൽ കളിച്ചിട്ട് നിർത്തുന്ന ആളിനെ അങ്ങ് തോപ്പിക്കും. അങ്ങനെ ഇവർ മത്സരിക്കുന്ന സമയത്ത് അവിടെ 2 വനിതാ സ്ഥാനാർത്ഥികളെ, പുഷ്പലത എന്ന് പറഞ്ഞിട്ടൊരു വനിതാ സ്ഥാനാർത്ഥിയെ CPM നേതാവിനെയും മറ്റൊരു CPM വനിതാ നേതാവിനെയും അവർ കണ്ടിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഒന്ന് AK സെൻട്രിക് എന്ന മണ്ഡലത്തിൽ തന്നെ തോറ്റു, ഒരു വനിത തോറ്റു. മറ്റൊരു വനിത കരമനയ്ക്കടുത്ത് മറ്റൊരു മണ്ഡലത്തിൽ തോറ്റു.
തോറ്റപ്പോൾ പകരത്തിന് ആരെ കൊണ്ടുവരും? കാര്യം CPM ഇങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ഇത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു. കാര്യം ആര്യ രാജേന്ദ്രൻ്റെ അച്ഛൻ രാജേന്ദ്രൻ പാർട്ടിയിലെ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ്. എൻ്റെ മകളുടെ പ്രായമൊക്കെ ആര്യ രാജേന്ദ്രൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഓൾ സയൻസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഈ കുട്ടി. അപ്പോഴാണ് ഈ കുട്ടിയെ അവിടെ ആക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പാർട്ടി വളരെ പ്രതീക്ഷയോടെയാണ് കൊണ്ടുവന്നത്. അവിടെയാണ് ആതിര പറഞ്ഞ ഒരു വിഷയത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയാത്തത്. വളരെ ധൈര്യത്തോടെ അത് തുടർന്നു എന്നുണ്ടെങ്കിൽ മറ്റു ചില കൗൺസിലർമാരുടെ കയ്യിൽ ചട്ടുകമാവുകയായിരുന്നു ഈ ആര്യ എന്ന് പറയുന്നത്. അവിടുത്തെ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നിയമനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുന്ന കൗൺസിലർമാരൊക്കെ ഉണ്ട് CPMൻ്റെ. അതൊക്കെ നമുക്കറിയാം വ്യക്തമായിട്ട്. പേര് പറയാൻ ബുദ്ധിമുട്ടായിട്ട് പറയാത്തതാണ്. മെഡിക്കൽ കോളേജിലെ കൗൺസിലർ, അത് കഴിഞ്ഞിട്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ ബന്ധുവായ മറ്റൊരു കൗൺസിലർ, ഇവരൊക്കെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെന്ന് ആ ചെയർമാനെന്ന് ഈ ചെയർമാനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം CPMൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷേ അത് ആര്യയുടെ മാത്രം പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നു. പാർട്ടി നിയന്ത്രിച്ചു, പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു ഈ പാർട്ടിയുടെ നിയന്ത്രണം. അപ്പോൾ ആര്യ എന്ന് പറയുന്നത് പെട്ടെന്ന് വലിയ അല്ലെങ്കിൽ ചെറിയൊരു പ്രായത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഏജിൽ ഒരാൾക്ക് ആ ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റും എന്ന് കാണിച്ചതിലാണ് ഞാൻ ധൈര്യം പക്വത എന്നൊക്കെ പറയുന്ന പ്രവൃത്തിയിലൂടെ കാണിക്കണം. അല്ല, അപ്പോൾ ധൈര്യവും പക്വതയും ഇല്ലാത്ത എത്രയോ ബാക്കിയുള്ള നേതാക്കൾ CPMൻ്റെ പെപ്പറ്റുകളായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നമ്മൾ അവരെ ചൂണ്ടിക്കാണിച്ച് അവർ അഴിമതിയെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അടുത്ത ഇലക്ഷനിലും സീറ്റ് കൊടുത്ത കാര്യങ്ങൾ വരെ നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചേട്ടാ, എന്തായാലും കാരായി രാജനെക്കാട്ടിലും ഭേദമാണ് ആര്യ രാജേന്ദ്രൻ നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിനൊക്കെ എവിടെ സീറ്റ് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പോലും അതിൽ കൂടുതൽ അഴിമതി ആരോപണം ഉണ്ടായ പലർക്കും ഇപ്പോൾ ഇവിടെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ആര്യ രാജേന്ദ്രനെ പാർട്ടി ചതിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നീണ്ട 5 വർഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ. അത് മാത്രമല്ല, ആ ഒരു കഴിഞ്ഞ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആര്യയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപുള്ള ആര്യ രാജേന്ദ്രൻ ട്രെൻഡ് ആണെങ്കിൽ കഴിഞ്ഞ തവണ ആ ഒരു ട്രെൻഡ് ഏറ്റെടുത്തത് UDFൻ്റെ വൈഷ്ണവ് സുരേഷ് ആയിരുന്നു. അപ്പോൾ ഒരു ധൈര്യം. ഇനിയിപ്പോൾ വൈഷ്ണവ് സുരേഷ് ആ ഒരു തുടക്കം കുറിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിയമസഭ കഴിഞ്ഞിട്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വൈഷ്ണയുടെ പേര് നിയമത്തൊക്കെ വരിക എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമുക്കറിയാമല്ലോ നിയമത്ത് ആരാണ് മത്സരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ V ശിവൻകുട്ടി മത്സരിക്കുന്നുണ്ട്. ആ രണ്ട് ഇത്രയും അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രശാലികൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരോടൊപ്പം നിയമത്ത് വൈഷ്ണവ് സുരേഷിന്റെ പേര് മാധ്യമങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അതൊരു തുടക്കമാണ്. അങ്ങനെ അല്ലെങ്കിൽ അവരുടെ പേരുകൾ വരിക എന്ന് പറയുന്നത് നമുക്കത് അഭിമാനം ചെലുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആര്യ അവിടുത്തെ ഒരു കാഴ്ചക്കാരിയായി മാത്രം നിന്നു, അല്ലെങ്കിൽ ആര്യ വരുന്നത് അറിഞ്ഞിട്ടും കണ്ടിട്ടും ഒരു ക്ഷണിക്കാതിരുന്നതാണോ? തീർച്ചയായിട്ടും അത് CPM ശ്രദ്ധിക്കാത്തതാണ്. CPMൻ്റെ നേതാക്കൾ ഇപ്പോൾ ബേബി സംസാരിക്കാനുണ്ടായിരുന്നു, MA ബേബി ഉണ്ടായിരുന്നു, ശിവൻകുട്ടി ഉണ്ടായിരുന്നു. ശിവൻകുട്ടി അപ്പൂപ്പനാണ്. ശരിക്കും ആര്യ വിളിക്കുന്നത് അപ്പൂപ്പൻ എന്നാണ്, ശിവൻകുട്ടി അപ്പൂപ്പൻ എന്നാണ്. ശിവൻകുട്ടിയാണ് ഒരു പരിധിവരെ വളരെ സപ്പോർട്ട് കൊടുത്തിരുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം. ഈ പാർട്ടി എന്ന് പറയുന്നത് അവരിങ്ങനെ ഒരു സ്ഥാനം നൽകും. ആ സ്ഥാനം നൽകിയിട്ട് ശരിക്കും അങ്ങ് കണ്ണയച്ച് വിടും. കണ്ണയച്ച് വിട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാണിക്കുമെന്ന് നോക്കിയിട്ട് അവസാനം ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പണിഷ്മെൻ്റ് ആയിരിക്കും. കാര്യം ഇനിയും ആര്യ ഏറ്റവും കുറഞ്ഞത് ഈ ചെയ്ത ചെയ്ത്തുകൾ തിരുവനന്തപുരംകാർ മറക്കണമെങ്കിൽ ഇനിയും ഒരു 5 കൊല്ലമെങ്കിലും കഴിയണം. ആര്യ ഇനിയും ഒന്നുകൂടെ പക്വത വരട്ടെ, ആര്യക്ക് ഇനിയും പക്വത വരാനുണ്ട് എന്ന് അവരുടെ ഒരു നിഗമനം വരും. കാര്യം പഴയതെല്ലാം ആൾക്കാർ മറക്കണം. കാര്യം ആര്യയെ മുന്നിൽ നിർത്തി അവിടെ ഒരു കൂട്ടം കൗൺസിലർമാർ നടത്തിയ ഗെയിമാണ്. പോയില്ലേ, ഭരണം പോയില്ലേ. ആകെ ഇനി എത്ര കൊല്ലം ഭരിച്ചതാണ് അവിടെ CPM. ആകെപ്പാടെ നാശകോശമായില്ലേ. അപ്പോൾ ആര്യക്കിനി ആര്യയുടെ തട്ടകം വരെ ഇവിടുന്ന് മാറുന്നെന്ന് പറയുകയാണ്. കോഴിക്കോട് ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ്, സച്ചിൻ്റെ കൂടെ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ബസ്സിലെ ഡ്രൈവറോട് കാണിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ ചെയ്തെന്ന് പറയുന്നത്. അത് ആ ഡ്രൈവറുടെ ജീവിതം തുലയ്ക്കായിരുന്നു. നമ്മൾ ആ യദുവിൻ്റെ അഭിമുഖമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടി ഇതേക്കൂട്ടി ഒരുപാട് ചെറുപ്പക്കാരെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരിൽ ചിലരൊക്കെ വളരെ നന്നായിട്ട് പോയിട്ടുണ്ട്. അതിലാണ് VK പ്രശാന്ത് വളരെ പിക്ക് ചെയ്ത് അവരെടുത്ത ഒരു ആളാണ്. അയാൾ നന്നായിട്ട് പോകുന്നത്. അയാളിപ്പോൾ മത്സരിക്കാൻ വട്ടിയൂർക്കാവിലുണ്ട്. അതുമാത്രമല്ല ഇങ്ങനെ പിക്ക് ചെയ്തതിൽ ഒന്നുമല്ലാതെ പോയ നിരവധി പേരുണ്ട്. AP അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ BJPയിലാണ് നിൽക്കുന്നത്. നിരവധി പേരെ അത് ശരിക്കും അവർ കണ്ടെത്തും. പിന്നീട് വിജയമാക്കേണ്ടത് സ്വയം പ്രയത്നത്തിലൂടെയും സ്വന്തമായി ആലോചിച്ചും ചിന്തിച്ചും ചെയ്യേണ്ടതാണ്. ഏതായാലും ആര്യ രാജേന്ദ്രൻ സൈഡാക്കി കഴിഞ്ഞു. ആര്യ രാജേന്ദ്രനെ CPM സൈഡാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെന്നുള്ളത് പതിയെ ആര്യ തന്നെ തീരുമാനിക്കണം. എന്തായാലും ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഭർത്താവ് MLA ആണ്. പാർട്ടി എന്തായാലും ഒരു സൈഡാക്കിയിട്ടുണ്ട്, ഉറപ്പ്.